നമസ്കാരം. നാളെ ജൂലൈ 3 നാളെ ജൂലൈ 3 വ്യാഴാഴ്ചയാകുന്നു. നാളത്തെ ദിവസം ഞാൻ ഈ പരാമർശിക്കുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം, രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അല്പം കൂടി അനുകൂലമായി തീരുന്ന ദിവസമാണ്. എന്നാൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ചില കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുകയും ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുമായിട്ടുണ്ട്. അതേക്കുറിച്ച് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം സമ്പത്തിന്റെ അധിപയായ സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയെ വന്ദിക്കുക. ഓ മഹാലക്ഷ്മി എന്നവ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യത്തെ രാശി മേടം രാശി. മേടം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അശ്വതി, ഭരണി, കാർത്തിക എന്നീ നാളുകാർ. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവർക്ക് അനുകൂലമായി തീരാവുന്ന ഒരു ദിവസം തന്നെയാകുന്നു. ജോലിയുമായി ബന്ധപ്പെട്ട് പ്രത്യേക ബഹുമാനമോ ബഹുമതിയോ അനുകൂലമായ കാര്യങ്ങളോ സംഭവിക്കാവുന്നതാണ്. സുഹൃത്തുക്കൾ, വേണ്ടപ്പെട്ടവർ, സഹപ്രവർത്തകരിൽ നിന്നും പിന്തുണ, സന്തോഷകരമായ നിമിഷങ്ങൾ, ലാഭം, പല കാര്യങ്ങളിലും ലാഭം തുടങ്ങിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. കൂടാതെ നല്ലൊരു ദിവസമായി തന്നെ ഇന്നേ ദിവസം മാറാവുന്നതാകുന്നു. ജോലികൾ പൂർണ്ണമായും ശരിയായ രീതിയിൽ പൂർണ്ണ ശ്രദ്ധയോടെ തന്നെ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്ന ഒരു ദിവസം തന്നെയാണ്. ചില കാര്യങ്ങളിൽ ചില വിഷയങ്ങളെക്കുറിച്ച് ചർച്ചയുണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട്. ജോലിസ്ഥലത്ത് സഹപ്രവർത്തകർ പിന്തുണയ്ക്കുന്നതായ സാഹചര്യങ്ങൾ വന്നുചേരാം. സാമൂഹികപരമായ പരിപാടികളിൽ പങ്കെടുക്കുവാനുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നുചേരാം. കരിയറുമായി ബന്ധപ്പെട്ട വളർച്ചയോ സാമ്പത്തിക നേട്ടങ്ങൾക്കുള്ള സാധ്യതകളോ വന്നുചേരാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അല്പം ഉയർച്ച നേടുവാനുള്ള സാധ്യതകളുണ്ട്. ജാഗ്രതയോടെ തന്നെ മുന്നോട്ട് പോകേണ്ടതായ ഒരു ദിവസം എന്ന പ്രത്യേകതയുണ്ട്. ബഹുമാനവും ആദരവും ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നുചേരാം. സാമ്പത്തിക സ്ഥിതി മുൻപത്തേക്കാൾ അനുകൂലമായി തീർന്നു എന്ന് വരാം. സാമ്പത്തികപരമായ സഹായങ്ങൾ, ധനപരമായ ആവശ്യങ്ങൾ നിവർത്തിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതായ ദിവസമാണ്. മനസ്സ് സന്തോഷത്തോടെ നിലനിർത്തുവാൻ സാധിക്കും. സാമ്പത്തിക സ്ഥിതിയിൽ പുരോഗതി ദൃശ്യമാകുന്നതായ ഒരു ദിവസം തന്നെയാകുന്നു. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പങ്കാളിത്തം നടത്തുകയാണ് എങ്കിൽ അത് ലാഭമായി തീരാം. ചില പ്രവർത്തനങ്ങൾ ലാഭമായി തീരുവാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഇന്നേ ദിവസം ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എടുക്കേണ്ടതായി വരാം. സത്യസന്ധമായി തന്നെ പല കാര്യങ്ങളെയും സമീപിക്കുവാൻ സാധിക്കുന്ന ദിവസമാണ്. മുൻഗണന അനുസരിച്ച് പല കാര്യങ്ങളും പൂർത്തീകരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. ഇന്നേ ദിവസം ഭാഗ്യം തുണയ്ക്കുന്ന ദിവസമാകുന്നു. എന്നാൽ ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അല്പമൊന്ന് ശ്രദ്ധ പുലർത്തണം. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. ചില വ്യക്തികളെ പൂർണ്ണമായും വിശ്വസിച്ച് അവർ പറയുന്നതായ കാര്യങ്ങൾ മാത്രം പ്രവർത്തിക്കുന്നതിലൂടെ ചില നഷ്ടങ്ങൾ വന്നുചേരാം. ഇത്തരത്തിൽ കാര്യങ്ങൾ ദോഷകരമായി ഭവിക്കാം. എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാകുന്നു. ഏവരും ഇന്നേ ദിവസം സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെയും മഹാവിഷ്ണു ഭഗവാനെയും ആരാധിക്കുന്നതും അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ ഇന്നേ ദിവസം ദർശനം നടത്തുന്നതും ഭാഗ്യസൂക്തം നിങ്ങളുടെ പേരിൽ നടത്തി പ്രാർത്ഥിക്കുന്നത് ശുഭകരമാണ്. സാമ്പത്തിക അഭിവൃദ്ധി കാര്യങ്ങൾ അനുകൂലമാകുവാൻ നെയ്വിളക്ക് ഇന്നേ ദിവസം ഭഗവാന് നടത്തി പ്രാർത്ഥിക്കുന്നതും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും കൂടുതൽ ശുഭകരമായി തീരും. കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് പുണർദം, പൂയം, ആയില്യം എന്നീ നാളുകാർ. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നേ ദിവസം വരുമാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അല്പം വർധനവോ ധനപരമായ സഹായങ്ങളോ ലഭിക്കുവാൻ സാധ്യതയുള്ള ദിവസമാണ്. പണവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ, ചില ആകുലതകൾ പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട ചില ആനുകൂല്യങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. ചില കാര്യങ്ങളിൽ ലാഭം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അല്പമൊന്ന് സാധ്യത, അനുകൂലമായ സാധ്യതകൾ വന്നുചേരാം. ചില വിജയങ്ങൾ നിങ്ങളെ തേടിയെത്താവുന്നതായ സമയമാകുന്നു. കൂടാതെ ഇന്നേ ദിവസം നിങ്ങൾക്ക് സന്തോഷം, സമൃദ്ധി നൽകുന്നതായ ചില കാര്യങ്ങൾ വന്നുചേരാം. നിങ്ങളുടെ സംസാരത്താൽ സ്വാധീനം ചെലുത്തുവാൻ സാധിക്കുന്ന ഒരു ദിവസമാണ്. പല കാര്യങ്ങളിലും മറ്റുള്ളവർക്ക് നിങ്ങളോട്
മതിപ്പുളവാക്കുന്നതായ പ്രവർത്തികൾ ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. പുതിയ ചില അവസരങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങളിലേക്ക് കടന്നു വരാം. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുന്നതായ സമയമാകുന്നു. കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം, കുടുംബത്തിന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. ഭാഗ്യം ഇന്ന് അനുകൂലമായി തീരാവുന്നതാണ്. ഭാഗ്യം തെളിഞ്ഞു എന്ന് വരാം. കൂടാതെ ബിസിനസ് പരമായി അല്പമൊന്ന് വികസിപ്പിക്കുവാൻ, അതായത് ചില കാര്യങ്ങൾ അല്പം കൂടി ഉയർച്ച നേടുവാനുള്ള സാധ്യതകൾക്ക് ചില കാര്യങ്ങൾ കൂടുതലായി അനുകൂലമാക്കി തീർക്കുവാനുള്ള പ്രവർത്തനങ്ങൾ നടത്താം. കൂടാതെ സാമൂഹികമായ വലയം വികസിപ്പിക്കുവാൻ സാധിക്കും. സ്വാധീനമുള്ള വ്യക്തികളെ കണ്ടുമുട്ടുകയോ ആരോഗ്യ കാര്യങ്ങൾ മെച്ചപ്പെടുകയോ തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ഭാഗ്യം തുണയ്ക്കുന്ന ദിവസമായതിനാൽ തന്നെ ധനപരമായ നേട്ടങ്ങളോ സാമ്പത്തിക പരാധീനതകൾ ഒരു പരിധിവരെ ഒഴിയുന്നതായ സമയം കൂടിയാകുന്നു. ഇന്നേ ദിവസം പ്രത്യേകിച്ചും വിഷ്ണു ക്ഷേത്രങ്ങളിൽ, വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും വിഷ്ണു ഭഗവാനെയും ശ്രീകൃഷ്ണ ഭഗവാനെയും ആരാധിക്കുന്നതും വിശേഷം തന്നെയാകുന്നു. വിഷ്ണു ക്ഷേത്രത്തിൽ ഇന്നേ ദിവസം പ്രത്യേകിച്ചും ദർശനം നടത്തുകയും ഭഗവാന് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ധനവർദ്ധനവിനും ധനപരമായ കാര്യങ്ങൾ അനുകൂലമായി തീരുന്നതിനും നെയ്വിളക്ക് കൂടി നടത്തി പ്രാർത്ഥിക്കുന്നതും ശുഭകരമാണ്. ഇന്നേ ദിവസം വിഷ്ണു ഭജനങ്ങൾ ഏറ്റവും ശുഭകരവുമാകുന്നു. ഈ കാര്യങ്ങൾ കൂടി ചെയ്ത് ഇന്നേ ദിവസം നിങ്ങൾ മുന്നോട്ട് പോവുക. ചിങ്ങം രാശി. ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകം, പൂരം, ഉത്രം എന്നീ നാളുകാർ. ഒരു കാര്യത്തിലും അമിതമായ പ്രതീക്ഷകൾ വച്ച് പുലർത്താൻ പാടില്ലാത്ത ഒരു ദിവസമാണ്. ആത്മവിശ്വാസത്തോടെ തന്നെ പ്രവർത്തിക്കാൻ സാധിക്കുന്നതായ ഒരു ദിവസമാകുന്നു. പല കാര്യങ്ങളിലും പരിഭ്രാന്തി പരത്തുവാൻ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ സംഭവിക്കാം. പരിഭ്രാന്തരാകരുത് എന്നുള്ളതാണ് വാസ്തവം. ശരിയായ രീതിയിൽ ചിന്തിച്ച് എടുത്തു ചാടാതെ പ്രവർത്തിക്കേണ്ട ദിവസമാകുന്നു. കുടുംബ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതുമാണ്. കൂടാതെ ഇന്നേ ദിവസം നിങ്ങൾക്ക് ആനന്ദമുണ്ടാക്കുന്നതായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. സാമ്പത്തിക കാര്യങ്ങൾ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. വ്യക്തിപരമായ ബന്ധങ്ങൾ സംതൃപ്തിയോടെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിച്ചു എന്ന് വരാം. യാത്രകൾ പരമാവധി കുറയ്ക്കുവാനുള്ള ചില തീരുമാനങ്ങൾ എടുത്തു എന്ന് വരാം. ചില ഉപദേശങ്ങൾ ലഭിക്കും എങ്കിൽ പോലും അതിൽ നിങ്ങൾക്ക് അനുകൂലമായ ഉപദേശങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോവുക. ജീവിതം നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരാം. സമാധാനം നൽകുന്നതായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ശത്രുക്കളുമായി ബന്ധപ്പെട്ട ദോഷകരമായ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു ദിവസം കൂടിയാകുന്നു. കൂടാതെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ കാര്യങ്ങൾ അവരുടെ ആവശ്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതായ വിധം പ്രശംസനീയമായി മാറുന്ന ഒരു ദിവസമാണ്. സഹായം ആവശ്യമായി വരികയും ആ സഹായങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഒരു ദിവസം കൂടിയാകുന്നു. സാഹചര്യങ്ങളെ തങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും വിധം പ്രവർത്തിക്കുവാൻ സാധിക്കും. കൂടാതെ ഒപ്പം വ്യക്തികളുണ്ട്, പിന്തുണയ്ക്കുവാൻ ആളുകളുണ്ട് എന്ന ബോധ്യം നിങ്ങൾക്ക് വന്ന് ചേരാവുന്നതാണ്. മികച്ചതായ പല കാര്യങ്ങളും നിങ്ങളിലേക്ക് കടന്നു വരാം. മനസാക്ഷിപൂർവം പല കാര്യങ്ങളും പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു ദിവസം കൂടിയാകുന്നു. ഇന്നേ ദിവസം നിങ്ങൾ സാക്ഷാൽ വിഷ്ണു ഭഗവാനെ അല്ലെങ്കിൽ മഹാവിഷ്ണു ഭഗവാനെ വന്ദിച്ച് മുന്നോട്ട് പോകേണ്ടതായ ഒരു ദിവസം തന്നെയാകുന്നു. ഇന്നേ ദിവസം അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാല ചാർത്തുന്നതും അതോടൊപ്പം ഭഗവാന് നെയ്വിളക്ക് നടത്തി പ്രാർത്ഥിക്കുന്നതും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കാം. കൂടാതെ ഇന്നേ ദിവസം നിങ്ങൾ ഭഗവാന്റെ വിശേഷപ്പെട്ടതായ മന്ത്രങ്ങൾ കൂടി ജപിക്കുവാൻ ശ്രമിക്കുക. കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരും. വൃശ്ചികം രാശി. വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നാളുകാർ. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അനുകൂലമായി തീരാവുന്ന ഒരു ദിവസമായി തന്നെ മാറാം. പല കാര്യങ്ങളിലും മികച്ചതായ അനുഭവങ്ങൾ ലഭിക്കുന്നതായ ഒരു ദിവസമായി മാറാം.
കൂടാതെ ഇന്നേ ദിവസം നിങ്ങൾക്ക് ബഹുമാനം ലഭിക്കുന്നതായ ഒരു ദിവസമായി മാറും. കൂടാതെ പങ്കാളിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ചില കാര്യങ്ങളിൽ വിയോജിപ്പ് വന്നു ചേരും എങ്കിലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഇന്നേ ദിവസം കാഴ്ചപ്പാടുകളിൽ അല്പം ഒന്ന് ശ്രദ്ധ പുലർത്തുന്നത് ഏറ്റവും ശുഭകരമായി തീരും. ആശയവിനിമയ ബുദ്ധിമുട്ടുകൾ ലഘൂകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. വെല്ലുവിളികൾ നിറഞ്ഞ പല കാര്യങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പ്രതീക്ഷിച്ചതായ ചില കാര്യങ്ങൾ അനുകൂലമായി തീർന്നു എന്ന് വരാം. കൂടാതെ ഇന്നേ ദിവസം ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാൻ സാധിച്ചു എന്ന് വരും. കൂടാതെ പോസിറ്റീവായി ചിന്തിച്ച് പ്രവർത്തിക്കാൻ സാധിക്കും. വൈകാരികമായി ഇന്നേ ദിവസം നിങ്ങൾ പ്രവർത്തിക്കാൻ പാടില്ല, അത്തരത്തിൽ നിങ്ങൾ പെരുമാറാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ സാഹചര്യങ്ങൾ പ്രതികൂലമായാൽ പോലും അത് അനുകൂലമാക്കി തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത് പലരുടെയും പിന്തുണയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായ ഒരു കാര്യമായി തന്നെ മാറും. കുടുംബാംഗങ്ങളെ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ തന്നെ അവരുടെ ആവശ്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ സാധിക്കും. കുടുംബത്തിന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. മനസമാധാനം ലഭിക്കുന്നതായ ഒരു ദിവസമായി തന്നെ മാറാം. പലവിധ തെറ്റിദ്ധാരണകൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. ശരിയായ രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ഉപദേശങ്ങൾ ലഭിക്കുന്നതായ സമയമാകുന്നു. സാമ്പത്തിക പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല വിധത്തിലും സഹായങ്ങൾ ലഭിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. ഭാഗ്യം തുണയ്ക്കുകയും അപകട സാധ്യതകൾ കുറച്ചു കൊണ്ടുവരുവാൻ സാധിക്കുന്ന ദിവസമാണ്. എന്നാൽ മറ്റുള്ളവരെ പൂർണ്ണമായും വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് തിരിച്ചടി നൽകി എന്ന് വരാം. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കണം. എടുത്തുചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ പാടുള്ളതല്ല. ഇന്നേ ദിവസം വിഷ്ണു ക്ഷേത്രത്തിലോ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ ദർശനം നടത്തുന്നതും ഭഗവാന് തുളസിമാല ചാർത്തുന്നതിനോടൊപ്പം ഭാഗ്യസൂക്തം നിങ്ങളുടെ പേരിൽ നടത്തി പ്രാർത്ഥിക്കുന്നതും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ സഹായകരമാണ്. ഇന്നേ ദിവസം ഭഗവാനെ ആരാധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക.